തദ്ദേശപ്പോരിൽ കേരളമാകെ ആഞ്ഞടിച്ച UDF കൊടുങ്കാറ്റ്. ഇടതുകോട്ടകൾ തകർത്ത് കോർപ്പറേഷനുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും UDFന്റെ ചരിത്ര കുതിപ്പ്. ബ്ലോക്കിലും നഗരസഭകളിലും മിന്നുന്ന തിരിച്ചുവരവാണ് UDF നടത്തിയിരിക്കുന്നത്. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ LDF നിലം പരിശായപ്പോൾ BJP മികച്ച നേട്ടം കൊയ്തു. ചെങ്കോട്ടകൾ നെടുകെ പിളർന്നു. ഇടത് ശക്തിദുർഗങ്ങളിൽ പോലും ത്രിവർണം പാറി. സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ചത് CPIM വിരുദ്ധ കൊടുങ്കാറ്റ്. 6-ൽ 5 കോർപ്പറേഷൻ എന്ന അഭിമാനത്തിൽ നിന്ന് LDF തകർന്നടിഞ്ഞു. കോഴിക്കോട് സീറ്റ് നിലയിൽ ഒന്നാമതെത്തിയെങ്കിലും കേവല ഭൂരിപക്ഷം കിട്ടിയില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുപക്ഷം 4 പതിറ്റാണ്ട് ചൂടിയ മകുടം നിലത്ത് വീണുടഞ്ഞു. അധികാരത്തിലേറുന്നതാകട്ടെ BJPയും. CPIMന്റെ നെടുംകോട്ടയായ കൊല്ലം കോർപ്പറേഷൻ 45 വർഷത്തിനു ശേഷം LDFന് നഷ്ടപ്പെട്ടു. CPIMനെ ഞെട്ടിച്ച് കോൺഗ്രസ് വൻ വിജയം കൈവരിച്ചു. LDFന് തൊട്ടു പിന്നിലായി BJP വന്നെത്തിയെന്നതാണ് സവിശേഷ രാഷ്ട്രീയ ചിത്രം. കൊച്ചി 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF ലാവണത്തിലേക്ക് തിരികെ പോയി. തൃശൂരിൽ LDFന് നടുക്കുന്ന തിരിച്ചടി ഉണ്ടായി. കോർപ്പറേഷൻ എടുക്കാൻ ശ്രമിച്ച BJP കിതച്ച് വീണപ്പോൾ UDF കരുത്തു വീണ്ടെടുത്തു. കണ്ണൂർ പിടിച്ചെടുക്കുമെന്ന CPIMന്റെ പ്രഖ്യാപനം വീമ്പ് പറച്ചിൽ മാത്രമായി ഒടുങ്ങി. ഇന്നൊരു വലിയ കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ടീം UDF എന്നാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അതാണ് ഇനി വരാനിരിക്കുന്ന കാലത്തിന്റെ മാറ്റം. ടീം UDF എന്നുള്ളത് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ വോട്ടിംഗ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ജില്ലാ പഞ്ചായത്തിൽ UDF 3-ൽ നിന്ന് 7-ലേക്ക് ഉയർന്ന് സമാസമമായി. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, കോഴിക്കോട് ജില്ലാ പഞ്ചായത്തുകൾ LDFന് നഷ്ടമാകുമ്പോൾ കേരള കോൺഗ്രസിന്റെ ശക്തിക്ഷയം കൂടി ചർച്ചയാകും. മുനിസിപ്പാലിറ്റികളിൽ മിന്നുന്ന മുന്നേറ്റമാണ് UDF നടത്തിയത്. ബ്ലോക്കുകളിലും LDFനെ മറികടന്ന് UDF കുതിച്ചു. CPIMന്റെ ശക്തി കേന്ദ്രങ്ങളെന്ന് വിവക്ഷിക്കുമെങ്കിലും ഇത്തവണ UDF പിടിച്ച പഞ്ചായത്തുകൾ 500-ലേറെയാണ്. തികഞ്ഞ സന്തോഷത്തിലാണ് ജനങ്ങൾ. കേരള ജനത ഞങ്ങൾക്കൊപ്പം അതിശക്തമായ പിന്തുണ നൽകി ഞങ്ങളെ വിജയിപ്പിച്ചു. സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ ഞങ്ങൾ തുറന്നുകാട്ടി. ജനങ്ങളത് മനസ്സിലാക്കി. LDFന്റെ കള്ളപ്രചരണങ്ങൾ ജനങ്ങളെ പാടെ തള്ളിക്കളഞ്ഞു. മുതിർന്ന നേതാക്കൾക്ക് കോർപ്പറേഷനുകളുടെ ചുമതല നൽകിയുള്ള UDF തന്ത്രം വിജയിച്ചു. KS ശബരിനാഥനെയും അനിൽ അക്രയെയും പോലുള്ള പ്രമുഖരെ കളത്തിലിറക്കിയതും വിജയതന്ത്രമായി. തോറ്റുപോയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി തന്നെ തുറന്നു സമ്മതിച്ചു. അപ്രതീക്ഷിതമായ പരാജയമാണ് സംഭവിച്ചത് എന്നത് ഉറപ്പിച്ച് പറഞ്ഞല്ലോ. നല്ല രീതിയിൽ ഞങ്ങൾ ഇതിന്റെ എല്ലാ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ആവശ്യമായ തിരുത്തൽ വരുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വളരെ ഫലപ്രദമായ രീതിയിൽ മുന്നോട്ടേക്ക് പോകുക തന്നെ ചെയ്യും. അതാണ് പറയാനുള്ളത്. പെൻഷൻ വർദ്ധിപ്പിച്ച് ക്ഷേമരാഷ്ട്രീയത്തിന് മുൻതൂക്കം നൽകാൻ LDF നടത്തിയ അവസാന ഘട്ട ശ്രമം വിജയിച്ചില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള പ്രശ്നങ്ങൾ അടിത്തട്ടിൽ വോട്ടർമാരെ സ്വാധീനിക്കുകയും ചെയ്തു എന്നതാണ് ജനവിധിയുടെ ഫലശ്രുതി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.